ഒരാളും കൂടി കൊലയാളിയുടെ പ്രതികാരത്തിനിരയായി. അതാരെന്നുപോലും ഇപ്പോൾ വ്യക്തമല്ല. ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും? കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 26-ാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം. രചനയും അവതരണവും ഇമ്മാനുവൽ. അവർ ക്രൈം സീനിലെത്തിയപ്പോൾ ജീവൻ ജോസ് ഒരു മരത്തിന് മുകളിലേക്ക് കൈ ചൂണ്ടി അവിടെ നിൽക്കുന്ന മേലുദ്യോഗസ്ഥരോട് എന്തൊക്കെയോ പറയുന്നതാണ് കണ്ടത്. തേടി നടന്നതെന്തെങ്കിലും ജീവന് കണ്ടുകിട്ടിയതായിരിക്കും. മിക്കവാറും ആ അടയാളമായിരിക്കണം ലഭിച്ചത്. അത് അത്ര ഉയരത്തിൽ കാണുമോ? കൊലയാളി നല്ല ഉയരമുള്ളവനാണെങ്കിലോ? ബഷീർ സാറിൻ്റെ മൃതദേഹം ആദ്യം കണ്ടത് ടാപ്പിങ്ങിനായി വന്ന തൊഴിലാളിയാണ്. അയാൾ വന്ന് റബ്ബർ ചെത്താൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. തുടങ്ങിയിട്ട് 3-ാമത്തെ മരമാണ് സാറിൻ്റെ മൃതദേഹം ചാരിയിരുന്ന റബ്ബർ. ആദ്യ ദർശനത്തിൽ തന്നെ അയാൾ ശരിക്കും ഭയന്നുപോയി. നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം അതെന്താണെന്ന് പോലും സംശയിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് സംഗതി വ്യക്തമായത്. ഒറ്റനോട്ടത്തിൽ ആളെ മനസ്സിലായില്ലെങ്കിലും കുറച്ചകലെ നിർത്തിയിരിക്കുന്ന പോലീസ് വാഹനം കണ്ടപ്പോൾ ആളാരാണെന്ന് ഏകദേശം ഒരു രൂപം കിട്ടി. അയാൾ അപ്പോൾ തന്നെ ഓടിയെത്തി ആദ്യം അയാളുടെ മുന്നിൽ കണ്ടയാളെ വിവരമറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വിവരം പുറം ലോകം അറിയുന്നത്. അയാളോട് അവിടെ തന്നെ കാണണം എന്ന് ആദ്യം വന്ന പോലീസുകാർ പറഞ്ഞിരുന്നു. അതായിരിക്കാം അയാൾ എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വന്ന ഉദ്യോഗസ്ഥന്മാർ പലരും അയാളോട് വിവരങ്ങൾ ചോദിക്കുന്നുമുണ്ട്. അവരിൽ നിന്ന് തന്നെ വിവരങ്ങൾ കിട്ടിയതുകൊണ്ട് ജീവൻ ജോസ് അയാളോടൊന്നും ചോദിക്കാൻ പോയില്ല. രഞ്ജിത്തും മഹേന്ദ്രനും തിരിച്ചെത്തുന്നതിന് മുൻപ് കുറച്ചുകൂടി വിശദമായി പരിസരം വീക്ഷിച്ചപ്പോൾ ഒരാൾ പൊക്കത്തിൽ അതേ റബ്ബറിൽ തന്നെയാണ് ജീവൻ ജോസ് തേടിയ അടയാളം രേഖപ്പെടുത്തിയതായി കണ്ടത്. സാമാന്യം വ്യക്തമായി തന്നെ 6-1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയും 5 പേർ കൂടിയുണ്ടല്ലേ. കൊല്ലുന്നവന് കാണുന്നവൻ്റെ വിഷമം അറിയണ്ടല്ലോ. ജീവൻ ജോസ് ഒരു മേലുദ്യോഗസ്ഥനെ വിളിച്ച് ആ അടയാളം കാണിച്ചു കൊടുത്തു. അപ്പോൾ അതുവരെയുള്ള കേസിൻ്റെ വിവരങ്ങളൊന്നും അറിയാത്ത അദ്ദേഹത്തിന് ഒന്നും പിടികിട്ടിയില്ല. അതുകൊണ്ടായിരിക്കാം ചോദിച്ചത്. അത് അതിശയമായിരിക്കുന്നല്ലോ. എന്താണ് അടയാളപ്പെടുത്തലിൻ്റെ അർത്ഥം എന്ന് എനിക്ക് പിടികിട്ടിയില്ലല്ലോ. താല്പര്യമില്ലായിരുന്നു എങ്കിലും അതുവരെ നടന്നതിൻ്റെയും തങ്ങളുടെ കണ്ടെത്തലിൻ്റെയും ഒരു ഏകദേശ രൂപം ജീവന് അദ്ദേഹത്തിനോട് പറയേണ്ടി വന്നു. മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടത്താനും പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനും ഉത്തരവാദിത്തപ്പെട്ട മറ്റുദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജീവനും സംഘത്തിനും അതിൻ്റെ ഒന്നും കാര്യമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മഹേന്ദ്രനും രഞ്ജിത്തും തിരിച്ചു വന്നു. പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ ജീവൻ വണ്ടിയിലേക്ക് പോന്നു. ഇതിൻ്റെ മുൻപ് നടന്ന 3 കൊലപാതകങ്ങളും ചെയ്തയാൾ തന്നെയല്ലേ ഇതും ചെയ്തത്? സമാനമായ തെളിവുകൾ നിങ്ങൾക്കും കണ്ടുകിട്ടിയില്ലേ? അവർക്ക് കിട്ടിയ വിവരങ്ങൾ അവർ ജീവൻ ജോസിന് കൈമാറി. അയാൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് തിരിച്ചു പോന്നത്. വീരനെ കണ്ടിട്ട് അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ വണ്ടിയിലിരുന്നു കൊണ്ട് രഞ്ജിത്ത് ജീവൻ ജോസിനോട് സാമാന്യം വിശദമായി തന്നെ പറഞ്ഞു. എല്ലാം മൂളിക്കേട്ടതിന് ശേഷം ജീവൻ ജോസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി വരികയാണ്. ആ കുടുംബത്തിൻ്റെ കൊലപാതകവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഓരോരുത്തരായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകി മിക്കവാറും അവരുമായി ബന്ധമുള്ള ആൾ തന്നെ ആയിരിക്കും. പക്ഷേ അവരിൽ ആരും ഇനി ബാക്കിയില്ലല്ലോ, അല്ലേ? അതെങ്ങനെ സംഭവിക്കാനാണ്? അവരുടെ ബന്ധുക്കളെല്ലാവരും കൊല്ലപ്പെട്ടല്ലോ. എല്ലാവരെയും കരിങ്കുണ്ട് വനത്തിൽ തന്നെ കൊണ്ടുപോയി തള്ളുകയും ചെയ്തതാണ്. കൊല്ലപ്പെട്ട ആളുകൾക്ക് ജീവൻ വെച്ചു വന്നിട്ട് പ്രതികാരം ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതിപ്പോൾ സംഭവം നടക്കുന്നത് കണ്ടാൽ അങ്ങനെ തോന്നുകയുള്ളൂ. സംശയം ജോസ് മാത്യുവാണ് ചോദിച്ചത്.
അവരെല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് തീർച്ച പറയണമെങ്കിൽ നമുക്ക് കരിങ്കുണ്ട് വനം ഒന്നുകൂടി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു അസ്ഥികൂടം മാത്രമേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള 5 എണ്ണം കൂടി ഇനിയും കിട്ടാനുണ്ട്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാലല്ലാതെ കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടെന്ന് നമുക്ക് തീർച്ചയാക്കാൻ കഴിയില്ല. ഇത്രയും കൊല്ലം കഴിഞ്ഞതല്ലേ, ബാക്കിയുള്ളത് കിട്ടാനുള്ള സാധ്യത കുറവല്ലേ? കുറവാണ്, എന്നാലും നേരിയ സാധ്യത ഉണ്ടല്ലോ. മഹേന്ദ്രൻ അല്പം വിശദമായി തന്നെ പറഞ്ഞു തുടങ്ങി. വീരൻ്റെ മൊഴി ഏതാണ്ട് പൂർണ്ണമായി തന്നെ നമുക്ക് വിശ്വസിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ 6 ജഡങ്ങൾ രാത്രിയിൽ അവിടെ കൊണ്ടുപോയി അവർ ഇട്ടിട്ടുണ്ട്. അതിൽ 5 എണ്ണവും കൃത്യമായി ചാക്കിൽ നിന്ന് തുറന്ന് പുറത്ത് കളഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അവസാനത്തെ ഒരെണ്ണം മാത്രമാണല്ലോ അങ്ങനെ പുറത്ത് കളയാൻ കഴിയാതിരുന്നത്. കളയുന്ന സമയത്ത് അതിലേതെങ്കിലും ഒന്നിന് ജീവൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. സംഭവത്തിൽ നേരിട്ടിടപെട്ട ആളല്ലാത്തതുകൊണ്ട് അയാൾക്കും അതിനെപ്പറ്റി ഒരു അറിവും ഇല്ല. നേരിട്ട് ഇടപെട്ടവർ 2 പേരും കൊല്ലപ്പെടുകയും ചെയ്തു. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് കരിങ്കുണ്ട് വനം ഒരിക്കൽ കൂടി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി സ്ഥലം പറഞ്ഞു തരണമെങ്കിൽ വീരൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകണം. അയാളെ ഏത് സമയവും നമുക്ക് വിളിച്ചു വരുത്താവുന്നതേയുള്ളൂ. അവനോട് ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. മഹേന്ദ്രൻ്റെ അഭിപ്രായം കേട്ട ജീവൻ ജോസും അതുതന്നെയാണ് അഭിപ്രായമായി പറഞ്ഞത്. ഒരു കാര്യം ചെയ്യണമെന്നാലോചിച്ചാൽ ഉടൻ തന്നെ അത് വേണം. നമുക്ക് നാളെ തന്നെ ആ വനം വിശദമായി അങ്ങ് പരിശോധിക്കാം. അതിനും നൂലാമാലകൾ കുറേ ഉണ്ട്, എന്നാലും അതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പരിശോധിക്കണമെങ്കിൽ വനപാലകരെ ആദ്യമായി വിവരമറിയിക്കണം. വിശദമായി അറിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു പരിശോധന ആവശ്യമുണ്ടെന്ന് മാത്രം പറഞ്ഞാലും മതി. ആരെങ്കിലും ഒപ്പം വന്നുകൊള്ളും. അവരുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നതാണ് നല്ലതും. വീരനെ തീർച്ചയായും വിളിച്ചു വരുത്തണം. കൃത്യമായ സ്ഥലങ്ങളിൽ തന്നെ ഇപ്പോൾ അസ്ഥികൂടം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കാണുകയും ചെയ്യും. കിട്ടുന്നത് പരമാവധി ശേഖരിക്കണം. വല്ല മൃഗങ്ങളും വലിച്ചുകൊണ്ടു പോകുമല്ലോ. അതിന് പറ്റിയ ഒരാളെ കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണം. വിശ്വസിക്കാവുന്നവനായിരിക്കുകയും വേണം. അതിനുള്ള ആളുകളൊക്കെ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ചു വരുത്തിക്കൊള്ളാം. ജോസ് മാത്യുവാണ് പറഞ്ഞത്. വനം വകുപ്പിൻ്റെ ഓഫീസിൽ വിവരമറിയിക്കാൻ രഞ്ജിത്തിനെയാണ് ജീവൻ ഏൽപ്പിച്ചത്. വീരനെ വിവരമറിയിക്കുന്നത് മഹേന്ദ്രൻ ആയിരിക്കണം. പരിശോധിക്കാനും ലഭിക്കുന്നത് ശേഖരിച്ചു കൊണ്ടുവരാനും പറ്റിയ ആളെ ജോസ് മാത്യു സംഘടിപ്പിച്ചു കൊള്ളും. ജോസ് ഒരു കാര്യം ഏറ്റാൽ പിന്നെ അതിനെപ്പറ്റി പിന്നീട് ചിന്തിക്കണ്ട. റേഞ്ച് ഓഫീസിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ തടസ്സം പറയുകയാണെങ്കിൽ വനത്തിൽ പരിശോധനയ്ക്ക് വേണ്ട അനുവാദം വാങ്ങാൻ മോഹനൻ സാർ മുഖേന ജീവൻ തന്നെ ബന്ധപ്പെട്ടുകൊള്ളാം. അങ്ങനെ കരിങ്കുണ്ട് വനം വീണ്ടും പരിശോധിക്കാനുള്ള നീക്കങ്ങളുമായി ജീവൻ ജോസും സംഘവും മുന്നോട്ട് പോവുകയായിരുന്നു. എല്ലാ നീക്കങ്ങളും രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ടായിരുന്നു. പരമരഹസ്യമായി കാര്യം നടത്താൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ മീഡിയയുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന വിരുദ്ധ അഭിപ്രായങ്ങളെ നേരിടാതിരിക്കുക എന്ന ഗൂഢലക്ഷ്യവും ഉണ്ടായിരുന്നു. 10-ലധികം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിൽ ഇപ്പോൾ വനം പരിശോധിച്ചതുകൊണ്ട് എന്ത് കിട്ടാനാണ് എന്നായിരിക്കും ഭൂരിപക്ഷം പേരുടെയും ചോദ്യം. പത്രക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെല്ലാം മറുപടി കൊടുക്കാൻ നിൽക്കേണ്ടി വരും. ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ അതും ശരിയാവുകയില്ല. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവർ അറിയുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുക എളുപ്പമായിരിക്കും. ഉദ്ദേശിച്ച ഫലം കിട്ടിക്കഴിഞ്ഞിട്ട് മറുപടി പറയുന്നത് കൂടുതൽ എളുപ്പമാണ്. മോഹനൻ സാറിനോട് വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ
അദ്ദേഹവും സംശയമാണ് പ്രകടിപ്പിച്ചത്. ജീവൻ്റെ നിശ്ചയദാർഢ്യം അറിയാവുന്നതുകൊണ്ട് സംശയം ചോദിച്ചു എങ്കിലും തുടർ നടപടികൾ എടുത്തുകൊള്ളാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. അടുത്ത ദിവസം പരിശോധനയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് മോഹനൻ സാർ ഫോൺ വെച്ചത്. വീരനെ പിറ്റേ ദിവസത്തെ അന്വേഷണത്തിനു വേണ്ടി വിളിക്കാൻ ശ്രമിച്ച മഹേന്ദ്രന് മറുപടി ലഭിച്ചത് വീരനിൽ നിന്നായിരുന്നില്ല. അതെന്താ, വീരന് തിരക്കായതുകൊണ്ടെങ്ങാനും ആയിരിക്കുമോ? അതോ ഇനി അവരോടൊന്നും പറയാനില്ല എന്നതുകൊണ്ടോ? അതോ ഇനി അവന് അപകടമെന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ബാക്കി വിവരങ്ങൾ അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. മുടങ്ങാതെ കേൾക്കണേ. കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ചിലപ്പോൾ കുറവുകളൊക്കെ കാണും. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചിട്ടേക്കണേ. നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളും സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറുമൊക്കെ നിങ്ങൾ ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ നിർബന്ധിക്കുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.